ഇപ്പോൾ യൂറോപ്യന്മാരൊക്കെ ശാസ്ത്രരംഗത്ത് വലിയ ഗംഭീരരായത് എങ്ങനെയാണ്? ഇസ്ലാമിക വിപ്ലവ കാലഘട്ടത്തിൽ, ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ യൂറോപ്പിലേക്ക് കട്ടുകൊണ്ടുപോയിട്ടാണ്. ഒരു ആക്ഷേപം പറയുന്നതല്ല ഇത്. അവരത് പല രീതിയിലും കൈവശപ്പെടുത്തിയിട്ടാണ്, കോർഡോവ വഴിയാണത് യൂറോപ്പിലേക്ക് എത്തിയത്. നമുക്കറിയാം, സ്പെയിനിലെ വിശ്വവിഖ്യാതമായ യൂണിവേഴ്സിറ്റിയാണ് കോർഡോവ യൂണിവേഴ്സിറ്റി. ആ കാലത്തെക്കുറിച്ച് നെഹ്റു അദ്ദേഹത്തിൻ്റെ വിശ്വചരിത്രാവലോകനത്തിൽ വിലയിരുത്തുന്നുണ്ട്. യൂറോപ്യന്മാർ കക്കപറിക്ക് കടൽ തീരത്തിലൂടെ നടക്കുന്ന കാലത്ത് ശാസ്ത്രത്തിൻ്റെ മുടിചൂടാ മന്നന്മാരായിരുന്നു അറബികൾ എന്നാണ്. യൂറോപ്യന്മാർ കക്കപറിക്ക് ജീവിക്കുക, ഒരു പ്രാകൃത ജീവിതം. എന്തെങ്കിലും കിട്ടിയാൽ തിന്നുക, വൈകുന്നേരമാകുക, ഉറങ്ങുക, നേരം വെളുക്കുക, പിന്നെ എന്തെങ്കിലും തിന്നാൻ വേണ്ടിയിട്ട് തെരഞ്ഞു നടക്കുക. ഇങ്ങനെയായിരുന്നു യൂറോപ്യന്മാർ. അസമയത്ത് ഇന്ന് ശാസ്ത്രം സയൻസ് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് എത്രമേൽ ആവശ്യമാണോ അത്രയോ അതിലധികമോ ശാസ്ത്രം പഠിക്കണമെങ്കിൽ അറബി ആവശ്യമായിരുന്നു. ഇബ്നു സീനയുടെ കിതാബ് തിബ്ബിനെ കുറിച്ച് നമുക്കറിയാം. 1000 വർഷം MBBS പഠനത്തിന്റെ പ്രധാന അവലംബം ഈ കിതാബ് തിബ്ബായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, അത് അറബിയിലാണ് എഴുതിയത്. അപ്പോൾ കിതാബ് തിബ്ബ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അറബി ഭാഷ ആവശ്യം. അപ്പൊ ഇന്ന് ശാസ്ത്രം പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് എത്രമേൽ അല്ലെങ്കിൽ ലാറ്റിൻ എത്രമേൽ ആവശ്യമാണോ അതിലേറെയും ഈ സയൻസ് പഠിക്കണമെങ്കിൽ അറബി ഭാഷ ആവശ്യമായിരുന്നു. യൂറോപ്യന്മാർ ഇന്ന് നേടിയ എല്ലാ വികാസത്തിൻ്റെയും അടിസ്ഥാനം ഞാൻ എണ്ണി പറയുന്നില്ല. കുറേ സയന്റിസ്റ്റുകളുണ്ട്. ആൽക്കമിയുടെ പിതാവടക്കമുള്ള ഇബ്നുൽ ഹൈസം അടക്കമുള്ള കുറേ സയന്റിസ്റ്റുകളുണ്ട്, മുസ്ലിം സയന്റിസ്റ്റുകൾ. ഇവരൊക്കെയും നടത്തിയ ഗവേഷണത്തിൻ്റെ ബേസിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ചുമരിൽ നിന്ന് റൂഫ് നിർമ്മിക്കുകയാണ് യൂറോപ്യന്മാർ ചെയ്തത്. അതൊരു മുസ്ലിമിൻ്റെ കേവല അവകാശവാദമൊന്നുമല്ല. നമ്മുടെ മലയാളത്തിലും നിരവധിയായ മുസ്ലിങ്ങളല്ലാത്തവർ രചിച്ച ഗ്രന്ഥങ്ങളും ഇത് വിശാലമായി പറയുന്നുണ്ട്. ഇപ്പോൾ വീരേന്ദ്രകുമാറിൻ്റെ ഡാനൂബ് സാക്ഷി നമുക്കറിയാം. അതിൻ്റെ അവസാനത്തെ 135 പേജിൽ ഇസ്ലാം ശാസ്ത്രത്തിന് നൽകിയ സംഭാവന പറയും. ലെനിൻ പറഞ്ഞിട്ടാണ് ഈ ചരിത്രത്തിലും ശാസ്ത്രത്തിലും ഇസ്ലാമിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് KM റോയ് പഠിക്കുന്നത്. അദ്ദേഹം അതെന്നെ പുസ്തകമാക്കി ഇറക്കി. ഇത്തരം ഗ്രന്ഥങ്ങളിലൊക്കെ ഇസ്ലാമിൻ്റെ ശാസ്ത്രീയ സംഭാവനകൾ വിശദമായി പറയുന്നു. ഇത് വായിക്കാനും മനസ്സിലാക്കാനും തുടർ പഠനം നടത്താനും കഴിവുണ്ടായതുകൊണ്ടാണ് യൂറോപ്യന്മാർ ഇന്ന് ശാസ്ത്രരംഗത്തെ വലിയ മിടുക്കന്മാരായി തീർന്നത്. എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇടക്ക് വെച്ച് രംഗം വിട്ടൊഴിഞ്ഞു എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഒറ്റവാക്കിൽ ഉത്തരം പറയാം. താർത്താരികളുടെ അക്രമം മൂലം വിശ്വാസികളുടെ വലിയ വലിയ ജ്ഞാനശേഖരം ചുട്ടരിക്കപ്പെട്ടു. ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിലുള്ള താർത്താരികളുടെ ആക്രമണത്തിൽ. അങ്ങനെ പൂർവികർ ഗവേഷണം നടത്തിയതും അവർ പഠിച്ചുകൊണ്ടിരുന്ന ഗ്രന്ഥങ്ങളും ഇതുവരെയുള്ള ഗവേഷണങ്ങൾ എഴുതി വെച്ച നല്ല പഠനങ്ങളുമൊക്കെ കത്തിച്ചാമ്പലായി. ടൈഗ്രീസും യൂഫ്രട്ടീസും ഒക്കെ അന്ന് ഇത്തരം ഗ്രന്ഥങ്ങളുടെ ചാരം കലങ്ങിയിട്ട് കളറ് മാറി ഒഴുകിയെന്നാണ് ചരിത്രം. നോക്കുങ്ങള്, നമ്മുടെ ഗ്രന്ഥശേഖരം ഒന്നിച്ച് നശിച്ചതോടുകൂടെ ശാസ്ത്രരംഗത്ത് നമ്മൾ പിറകിലാവാണ്. എന്താ കാര്യം? അതിലുള്ളത് വായിക്കാനോ മനസ്സിലാക്കാനോ പിന്നെ നമുക്ക് അവസരം കിട്ടണില്ല. അതിലുള്ളത് വായിക്കാനോ മനസ്സിലാക്കാനോ നമുക്ക് അവസരം കിട്ടുന്നില്ല. അതിൻ്റെ മുന്നേ അവർ മറ്റുള്ളവർ പൊക്കിക്കൊണ്ടുപോയിട്ടുള്ള ഗ്രന്ഥങ്ങൾ വെച്ച് അവരതിൻ്റെ ബാക്കി പഠനങ്ങൾ തുടർന്നു. അങ്ങനെ അവരിന്ന് കാണും വിധം ശാസ്ത്രരംഗത്തൊക്കെ വലിയ ആളുകളായി മാറി. അപ്പൊ മനുഷ്യന് ലഭ്യമായ പുരോഗതിയുടെ പ്രധാനപ്പെട്ട ഒരു ചാലകം അത് ഭാഷയായിരുന്നു. ഈ ഭാഷ എന്നും നിലനിൽക്കും. ഭാഷ എടുത്തു പോകുന്നൊരു സംഭവമൊന്നും ഉണ്ടാവില്ല. AI വന്നാലും റോബോട്ടുകളുടെ ആധിപത്യം വന്നാലും ഭാഷയിൽ ചില കാലികമായ മാറ്റങ്ങൾ വരും എന്നതിനപ്പുറം ഭാഷ ഇല്ലാത്തൊരു ലോകം സാധ്യമേ അല്ല. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധ ദീൻ സമൂഹത്തിലേക്ക് കൃത്യമായി എത്തിക്കാനും അതനുസരിച്ച് സമൂഹത്തെ സംസ്കരിക്കാനും ഭാഷാ പഠനം അനിവാര്യമായി വരും. നമ്മുടെ ആർട്സ് ഫെസ്റ്റിലൊക്കെ ഈ ഭാഷ ഒരു പ്രധാന ചർച്ചയായി വരുന്നത് അതിൻ്റെ കൂടെ ഉദ്ദേശത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രസിദ്ധമായ ദീൻ സമൂഹത്തിന് പകരണം.
അതിന് ഭാഷാപരമായി ഏതൊക്കെ ഗവേഷണങ്ങളും അന്വേഷണങ്ങളും നടത്താൻ പറ്റുമോ അതൊക്കെ നമ്മൾ നടത്തുകയും വേണം. അങ്ങനെ വരുമ്പോൾ ഇന്ന് ലോകത്ത് ലഭ്യമായ ഭാഷകളിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇടപെടാൻ പറ്റും എന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ പഠിക്കണം. സത്യത്തിൽ 7111 ഭാഷകളുണ്ടെന്ന് ലോകത്ത്, ചെറുതും ഉപഭാഷകളും എല്ലാം കൂടി ചേർത്ത്. കുറച്ചൊന്നുമല്ല, 7111. ഇവയെല്ലാം ഏകദേശം 141 ഭാഷാഗോത്രങ്ങളിലായി ഒതുങ്ങി നിൽക്കും. ഭാഷാഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പൂർവിക ഭാഷയുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് ഇങ്ങനെ പിരിഞ്ഞുണ്ടായ കുറേ ഭാഷാഗോത്രങ്ങൾ. അതിൽ കുറച്ചൊക്കെ മറ്റു ഭാഷകളുടെ സ്വാധീനം വരും. അപ്പം അതൊരു മറ്റൊരു ഭാഷയായിട്ട് മാറും. നമുക്കറിയാലോ, ഉറുദു എന്ന് പറയുന്ന ഭാഷ നമ്മുടെ നാട്ടിൽ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? മുഗളന്മാരുടെ സൈന്യത്തിൽ അറബി അറിയുന്നവരും പേർഷ്യക്കാരും ഹിന്ദി സംസാരിക്കുന്നവരും എല്ലാം കൂടെ അങ്ങനെ കൂടിച്ചേരാണ്. ആ ഒരു സമയത്ത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു പൊതുഭാഷ ആവശ്യമായിട്ട് വരും. അപ്പം ഇന്ത്യയുടെ കുറേ ഗ്രാമറും പദങ്ങളും അറബിയുടെ പദങ്ങളും പേർഷ്യൻ പദങ്ങളും പേർഷ്യയിലെ ചില ഗ്രാമറുകളും. ഇപ്പം നമുക്കറിയാം, ഈ ബഹുവചനാകുന്നിടത്ത് മുഅന്നസ് മുദക്കറാകുന്നിടത്തൊക്കെ പേർഷ്യ ഭാഷ നന്നായിട്ട് അറിഞ്ഞാലാണ് ഉറുദുവിൽ വിൽപ്പത്തി നടാൻ പറ്റും. അപ്പം അവർക്ക് പരസ്പരം ആശയവിനിമയം നടത്താൻ എല്ലാവർക്കും അറിയുന്ന ഒരു പൊതുഭാഷ ആവശ്യമായിട്ട് വരികയാണ്. അതൊരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 2 വർഷം കൊണ്ടോ നടക്കുന്നതല്ല. ഇന്ത്യയിൽ 800 വർഷക്കാലം മുസ്ലിം ഭരണം നടന്നിട്ടുണ്ട്. ഉറുദു എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം പോലും സൈന്യം എന്നാണ്. എന്തുകൊണ്ട്? അത് ഈ സൈന്യക്കാരുടെ ഇടയിൽ വിവിധ ഭാഷക്കാർ വന്ന് അവർ കൂടിച്ചേർന്നുണ്ടായ ഒരു പുതിയ ഭാഷയാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഇന്ത്യയുടെ ഗ്രാമറാണ്. ഭാഷാഗോത്രങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു രീതി ഉണ്ടാവും, ഒരു പൊതു സ്വഭാവം ഉണ്ടാവും. കാരണം ഇത് ഏത് ഭാഷയിൽ നിന്ന് വന്നു, ആ പൂർവിക ഭാഷയുമായി ഗ്രാമറിൽ ബന്ധമുണ്ടാകും, പദങ്ങളിൽ ബന്ധമുണ്ടാകും. അപ്പം നമ്മുടെ മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക് ഇതെല്ലാം ദ്രാവിഡ ഭാഷാഗോത്രം. ആ ദ്രാവിഡ ഭാഷാഗോത്രത്തിൽ തന്നെ 121ഓളം 121ൽ പരം ഭാഷകളുണ്ട്. അത് ചിലതൊക്കെ ചെറുതാണ്, ചിലതൊക്കെ ലിപി ഇല്ലാത്തതാണ്, ചിലതിന് വിശാലമായ പദസമ്പത്തില്ലാത്തതാണ്. ഇതെങ്ങനെയാണ് വിവിധ ഭാഷകൾ രൂപപ്പെടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സംസ്കാരവും മറ്റൊരു സംസ്കാരം കൂടി ചേരുമ്പോൾ ഭാഷയിൽ ഭേദം വരും. ഇപ്പോ ഇൻഡോ യൂറോപ്യൻ എന്ന് പറയുന്ന ഭാഷാഗോത്രത്തിൽപ്പെട്ടതാണ് സംസ്കൃതം. ഈ സംസ്കൃതം ആര്യന്മാർ കൊണ്ടുവന്ന ഭാഷ. ആര്യന്മാർ എവിടുന്നാണ് ഇന്ത്യയിലേക്ക് വന്നത്? പ്രധാനമായി 2 അഭിപ്രായമുണ്ട്. ഒന്നുകിൽ പേർഷ്യൻ ഭാഗത്തു നിന്ന്, അതായത് മെസോപ്പൊട്ടോമിയൻ മേഖലയിൽ നിന്ന്, അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന്, ഹംഗറിയിൽ നിന്ന് വന്നു. അവരുടെ ഭാഷ പഠിച്ചിട്ട് ഇവർ 2ഇടത്തിൽ നിന്നും വന്നു എന്ന് സമർത്ഥിക്കുന്ന ചില ഭാഷാ സയന്റിസ്റ്റുകളുണ്ട്. എന്തുകൊണ്ട്? സംസ്കൃത ഭാഷയിൽ 2 വ്യത്യസ്ത ഭാഷ എന്ന രീതിയിലുള്ള 2 വിധം ഗ്രാമറുകളുണ്ട്. ആത്മനൈവം, പരസ്പനൈവം എന്നും പറഞ്ഞു. അപ്പൊ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒരു ഭാഷയിൽ തന്നെ 2 വിധം ഗ്രാമർ വരുന്നത് എങ്ങനെയാണ്? ഹംഗറിയിൽ നിന്ന് ഇങ്ങനെ യൂറോപ്പിൽ നിന്ന് വന്ന ആളുകളുടെ യാത്രാമധ്യേ ആ മേഖലയിലുള്ള ഭാഷകൾ അവരുടെ ഭാഷയെ സ്വാധീനിച്ചു. നേരെ മറിച്ച് മെസോപ്പൊട്ടേമിയൻ മേഖലയിൽ നിന്ന് വന്ന ആളുകളെ അവർ സഞ്ചാരപാതയിലുള്ള ഭാഷകളും സ്വാധീനിച്ചു. അങ്ങനെ ഇന്ത്യയിൽ ഒരു സമയത്തോ വ്യത്യസ്ത സമയത്തോ എത്തിച്ചേർന്നപ്പോഴേക്ക് അവർ 2 പേരും പൊതുവെ സംസാരിച്ചിരുന്ന സംസ്കൃതം എന്ന ഭാഷ ഏകദേശം 2 ഭാഷ പോലെ ആയിത്തീർന്നു. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആദാനപ്രധാനങ്ങൾ എന്നാണ് സാഹിത്യ ഭാഷയിൽ പറയാം. കൊടുക്കലും വാങ്ങലും ധാരാളമായിട്ടുണ്ട്. കൊടുക്കലും വാങ്ങലും. ഇപ്പോൾ ഒരു ക്യാമ്പസിൽ ജീവിക്കുന്ന നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങളുടെ നാടിൻ്റെ മൗലികത നശിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലെ ഒരു പക്കാ വയസ്സും സംസാരിക്കുന്ന ഭാഷയല്ല നിങ്ങളുടെ നാട്ടിൽ പോയാൽ നിങ്ങൾ സംസാരിക്കുക. കാരണം വിവിധ ഭാഷക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെയൊക്കെ ഭാഷയുടെ ചെറിയ ചെറിയ സ്വാധീനം നമ്മിലൊക്കെ നമ്മൾ അറിയാതെ വന്നുകൊണ്ടേയിരിക്കും.
അപ്പോൾ പരമാവധി ലോകത്തുള്ള 7111 ഭാഷകളെയും പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സാധ്യമല്ല, ഒരാൾക്കും സാധ്യമല്ല. അതന്നെ ഗ്രാമർ ഇല്ലാത്തതുണ്ട്, നിയമമില്ലാത്തതുണ്ട്, പുസ്തകങ്ങളില്ലാത്തതുണ്ട്, അക്ഷരമില്ലാത്തതൊക്കെ ഉണ്ട്.